വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന പാഠത്തിൻ്റെ 25ാമത്തെ പേജാണ്. ആ പേജ് മുതലാണിപ്പോൾ ക്ലാസ് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ കഴിഞ്ഞ 5ാമത്തെ പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ ഇമേജസ് ഓഫ് എ ക്യാമൽ ഫ്രം ദ ഹോട്ട് ഡെസേർട്ട്സ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ ചൂടുള്ള മരുഭൂമിയിൽ നിന്നും വന്ന ഒരൊട്ടകത്തിൻ്റെ പടമാണ് ഇവിടെ താഴെ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. എ ക്യാമൽ ഫ്രം ദ കോൾഡ് ഡെസേർട്ട് ഓഫ് ലഡാക്ക്. ലഡാക്കിലെ ശീത മരുഭൂമിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഒട്ടകത്തിൻ്റെ പടമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? യു ഒബ്സർവ് ബിറ്റ്വീൻ ദം. അവയിൽ കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് അഡ്വാൻറ്റേജസ് ഡു ദീസ് ഡിഫറൻസസ് പ്രൊവൈഡ് ടു ദീസ് ആനിമൽസ്? ഇവയിൽ കാണപ്പെടുന്ന ഈ വ്യത്യാസങ്ങൾ കൊണ്ട് അവയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. ദ ആനിമൽസ് ഇൻ ദ ഹോട്ട് ഡെസേർട്ട് ഹാസ് ലോങ് ലെഗ്സ്. മരുഭൂമിയിൽ, ചൂടുള്ള മരുഭൂമിയിലെ ഒട്ടകങ്ങൾക്കൊക്കെ നീളമുള്ള കാലുകളാണ്, ദീർഘമായ കാലുകളാണ്. വളരെ നീണ്ട കാലുകളാണ് മരുഭൂമിയിൽ, സഹാറ മരുഭൂമിയിൽ ഒട്ടകത്തിൽ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഉഷ്ണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒട്ടകങ്ങൾക്ക് വളരെ നീളം കൂടിയ കാലുകളാണുള്ളത്. പിന്നെയോ അവരുടെ ഹൂഫ്സ് എങ്ങനെയാണ്? വൈഡാണ്, വിത്ത് വൈഡ് ഹൂഫ്സ്. വലിയ വീതിയുള്ള ഹൂഫ്സാണ്. ഹൂഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളമ്പുകൾ. അലക്സ് ഷെയേഴ്സ് that his grandmother told him that the long legs and wide hoofs help these camels to walk on the sandy desert. ഇങ്ങനെയുള്ള വലിയ വീതിയേറിയ കുളമ്പുകളുള്ളതുകൊണ്ട് മരുഭൂമിയിലെ മണലിൽ അവയ്ക്ക് കാല് താഴ്ന്നു പോകാതെ നടക്കാൻ സാധിക്കുന്നു. അതതിൻ്റെ പ്രത്യേകത. On the other hand, the height and legs of the animal in a cold desert are comparatively shorter than those found in the hot desert. ഹോട്ട് ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒട്ടകത്തേക്കാൾ നീളം കുറഞ്ഞ കാലുകളാണ് ശീതമരുഭൂമിയിലുള്ള ഒട്ടകങ്ങൾക്ക് കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ലഡാക്കിലൊക്കെ കാണപ്പെടുന്ന ഒട്ടകങ്ങൾക്ക് കാലിൻ്റെ നീളം കുറവാണ്. കാരണം അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവയ്ക്ക് കാൽനീളം കുറവാണ്. ദീ ഷോർട്ട് ലെഗ്സ് അലോ ദം ടു വാക്ക് ഈസിലി ഇൻ മൗണ്ടേനിയസ് റീജിയൻസ്. നീളം കുറഞ്ഞ കാലുകളുള്ളതുകൊണ്ട് മൗണ്ടേനിയസ് റീജിയനിൽ കൂടെ ഇവയ്ക്ക് വേഗത്തിൽ നടക്കാനൊക്കെ സാധിക്കും. ഈ നീളം കൂടിയ കാലുകളേക്കാൾ തണുത്ത പ്രദേശങ്ങളിൽ മൗണ്ടേനിയസ് റീജിയനിലൊക്കെ ഏറ്റവും പറ്റിയത് നീളം കുറഞ്ഞ കാലുകളാണ്. ഇൻ ഡെസേർട്ട്സ് ഫുഡ് ഈസ് നോട്ട് അവൈലബിൾ ഈസിലി. അവിടെ മരുഭൂമിയിലേ ഫുഡൊന്നും അത്ര പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. ക്യാമൽസ് സ്റ്റോർ ഫുഡ് ഇൻ ദെയർ ഹം. ഈ ഒട്ടകങ്ങളൊക്കെ അവയുടെ പുറത്തുള്ള മുഴയിലാണ് ഫുഡ് സൂക്ഷിക്കുന്നത്. ക്യാമൽസ് ഇൻ ദ ഹോട്ട് ഡെസേർട്ട് ഹാവ് വൺ ഹം. മരുഭൂമിയിലുള്ള ചൂടുള്ള മരുഭൂമിയിലെ ഒട്ടകത്തിന് പുറത്തൊരു ഹമ്പയുണ്ട്. ഈച്ച് ആർ ഹെൽപ് ദം ടു സർവൈവ് ഡ്യൂറിങ് ദ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. എന്തിനാത്? സ്കേഴ്സിറ്റി ഓഫ് ഫുഡുള്ള സമയത്ത്, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യമുള്ള സമയത്ത് അതിനെ അതിജീവിച്ച് പോകാൻ, ടു സർവൈവ് ഡ്യൂറിങ് ദ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. ആഹാരമൊന്നും ഇല്ലാത്ത സമയത്ത് ജീവിച്ച് പോകണ്ടേ, അതിനുവേണ്ടി ഫുഡ് സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണിത്. ക്യാമൽസ് ഇൻ ദ കോൾഡ് ഡെസേർട്ട് ഹാവ് 2 ഹം ഈച്ച്. കോൾഡ് ഡെസേർട്ടിലെ, ഫോർ എക്സാമ്പിൾ ലഡാക്കിലെ ഒട്ടകങ്ങൾക്കൊക്കെ 2 ഹമ്പുണ്ട് പുറത്ത്. ദീസ് 2 ഹംബ് ഷ്രിങ്ക് ഇൻ ലേറ്റ് വിൻറ്റേഴ്സിൽ അല്ലെങ്കിൽ വിൻ്റർ തീരാറാകുമ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ഹമ്പൊക്കെ അങ്ങ് ചുരുങ്ങും. കാരണം എന്തുകൊണ്ടാണ്? ആ തണുത്ത കാലത്ത് ഫുഡൊന്നും അധികം കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ ഹമ്പിലെ ഫുഡ് ഉപയോഗിച്ചാണ് അവർ ജീവിച്ചത്. അങ്ങനെ അവർ സർവൈവ് ചെയ്തത്. അതുകൊണ്ട് ഈ ഹമ്പ് അങ്ങ് ചുരുങ്ങും. എപ്പോഴാണ് ചുരുങ്ങുന്നത്? ലേറ്റ് വിൻറ്റേഴ്സിൽ, വിൻ്റർ തീരാറാകുന്ന സമയത്ത് അതിങ്ങനെ ചുരുങ്ങിപ്പോവും. എന്തുകൊണ്ടാണ് ചുരുങ്ങിപ്പോകുന്നത്? കാരണം അവർ ഈ വിൻ്ററിനെ അതിജീവിക്കാൻ ഹമ്പിലുള്ള ഫുഡാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഫുഡില്ലല്ലോ അവിടെ. അതുകൊണ്ട് ഹമ്പിലുള്ള ഫുഡ് ഉപയോഗിച്ചാണ് അവർ സർവൈവ് ചെയ്തത്. അതുകൊണ്ടാണ് പിന്നീട് ഈ ഹമ്പ് ചുരുങ്ങിപ്പോകുന്നത് കേട്ടോ. There is not much food available in the cold desert. കോൾഡ് ഡെസേർട്ടിൽ അന്നേരം കൂടുതൽ ഫുഡൊന്നും കിട്ടാനില്ല. And they have to use food stored in their hum. അവർക്ക് അവരുടെ ഹമ്പിൽ അല്ലെ ആ മുഴയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഉള്ള ഫുഡ് ഉപയോഗിച്ച് കഴിയേണ്ടി വരുന്നു ഡ്യൂറിങ് ദ ടൈം, ആ സമയത്ത്. Moreover, they grow long hair from head to neck. തല തൊട്ട് പെടലി വരെ നീളമുള്ള ഹെയറുണ്ട്, നല്ല മുടി പോലുള്ളത്. They help them to survive in the cold winters of Ladakh. തണുത്ത കാലങ്ങളിൽ അവയ്ക്ക് തണുപ്പകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കുന്നവയാണ് ഈ രോമങ്ങളെ.
വാട്ട് അതർ ഫീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് ക്യാമൽസ് സർവൈവ് ഇൻ ദ വിൻഡ് ഡെസേർട്ട്? ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് സഹായിക്കുന്നത്? അതർ സ്റ്റുഡൻസ് ഓൾസോ സ്റ്റാർട്ട് ഷെയറിങ് ദ ഒബ്സർവേഷൻസ്. മറ്റുള്ള കുട്ടികൾ അവരുടെ നിരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. കാഷി ഫ്രം രാജസ്ഥാൻ സെയ്സ് ദാറ്റ് ക്യാമൽസ് എക്സ്ക്രീറ്റ് സ്മോൾ എമൗണ്ട്സ് ഓഫ് യൂറിൻ. അപ്പോൾ രാജസ്ഥാനിൽ വന്ന കുട്ടി പറഞ്ഞു, ക്യാമൽസ് എക്സ്ക്രീറ്റ് സ്മോൾ എമൗണ്ട്സ് ഓഫ് യൂറിൻ. അതിന് യൂറിൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, മൂത്രമൊഴിക്കുന്നത് വളരെ കുറച്ച് മാത്രം. ദ ഡങ് ഈസ് ഡ്രൈ. അവയുടെ ചാണകം വളരെ ഡ്രൈ ആണ്, ഉണക്ക ചാണകമാണ്. ആൻഡ് ദേ ഡു നോട്ട് സ്വെറ്റ്. അവ വിയർക്കുകയുമില്ല. അത്രയും വെള്ളത്തിൻ്റെ നഷ്ടം അങ്ങനെ പരിഹരിക്കുന്നുണ്ട്. ആസ് ക്യാമൽസ് ഡു നോട്ട് ലോസ് മച്ച് വാട്ടർ ഇൻ ദിയർ ബോഡീസ് ദേ ക്യാൻ സർവൈവ് ഫോർ മെനി ഡേയ്സ്. അങ്ങനെ ശരീരത്തിൽ നിന്ന് അധികം ജലം നഷ്ടപ്പെടുത്താത്തതുകൊണ്ട് പല ദിവസങ്ങളോളം അവയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ സാധിക്കും. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. മായ ടോക്സ് അബൌട്ട് സീയിങ് പ്ലാന്റ്സ് വിത്ത് ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് ഫ്ലവേഴ്സ്. നല്ല തിളക്കമുള്ള പൂക്കൾ കാണുന്നവയെ പറ്റിയൊക്കെ മായ സംസാരിക്കാൻ തുടങ്ങി. നീലഗിരിയിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന റോഡോഡെൻഡ്രോണിനെ പറ്റി അവർ സംസാരിച്ചത്. ദ ഷോല ഫോറസ്റ്റ് ഓഫ് നീലഗിരീസ്. നീലഗിരിയിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന റോഡോഡെൻഡ്രോണിനെ പറ്റി അവർ സംസാരിച്ചു. അതിന് നല്ല ബ്രൈറ്റ് ഫ്ലവേഴ്സാണ്. ഹിയർ റോഡോഡെൻഡ്രോൺസ് ആർ ഓഫ് ഷോർട്ടർ ഹൈറ്റ്. ഇവിടെ ഈ റോഡോഡെൻഡ്രോണിനെ പൊക്കക്കുറവാണ്. ആൻഡ് ഹാവ് സ്മോളർ ലീവ്സ്. അവയ്ക്ക് ചെറിയ ഇലകളുമാണ്. ടു സർവൈവ് ത്രൂ ഹെവി വിൻസ് ഓൺ മൗണ്ടൻ ടോപ്സ്. മൗണ്ടൻ ടോപ്പിൽ ഭയങ്കര കാറ്റടിക്കുന്നിടത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവയ്ക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ചെറിയ ഇലകളും പൊക്കക്കുറവുമാണ്. അവർ പേമ ഹു ഈസ് ഫ്രം സിക്കിം മെൻഷൻസ് ദാറ്റ് ഷീ ഹാസ് ഒബ്സർവ്ഡ് റോഡോഡെൻഡ്രോൺസ് ഇൻ ദ നിയർ ബൈ മൗണ്ടൻസ് ടു ബി ടോളർ. അടുത്തുള്ള കുന്നുംപുറങ്ങളിലൊക്കെ ഈ റോഡോഡെൻഡ്രോൺ നല്ല ഹൈറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വലിയ കാറ്റൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടാണ് അവ അവിടെ പൊക്കം കൂടി നിൽക്കുന്നത്. മേ എക്സിബിറ്റ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ടു സർവൈവ് കണ്ടീഷൻസ് ഓഫ് ദോസ് റീജിയൻസ്. ഓരോ പ്രദേശങ്ങളുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി, നിലനിൽക്കുവാൻ വേണ്ടി ഓരോ ചെടികൾക്കും പ്രത്യേക സ്വഭാവങ്ങളാണ്. Sagar tells his classmates that he went to the Andaman Nicobar Islands with his parents for a special event. എന്താണ് അവൻ പറഞ്ഞത്? അവൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അവൻ്റെ പേരൻസിനോടൊപ്പം പോയിട്ടുണ്ട്. എന്താണ് അവിടെ അവൻ കണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹീ സോ ഹ്യൂജ് വെയിൽസ്. വലിയ വലിപ്പമേറിയ തിമിംഗലങ്ങളെ അവിടെ കണ്ടിട്ടുണ്ട്. ഹ്യൂജ് വെയിൽസ് ആൻഡ് കളർഫുൾ ഫിഷ് ഇൻ ദ ഓഷൻ. കടലിലാണെങ്കിലോ നല്ല വർണ്ണഭംഗിയേറിയ മീനുകളെയും കണ്ടിട്ടുണ്ട്. ഹിസ് ഫാദർ എക്സ്പ്ലെയിൻഡ് ദാറ്റ്. അവൻ്റെ അച്ഛൻ വിശദീകരിച്ചു. എന്താ പറഞ്ഞത്? ദ സ്ട്രീം ലൈൻഡ് ബോഡി ഓഫ് ഫിഷ്. മീനുകളുടെ ശരീരത്തിൻ്റെ രണ്ടറ്റവും കൂർത്തിരിക്കുന്നു. അങ്ങനെ രണ്ടറ്റവും കൂർത്ത ശരീരമുള്ള മീനുകൾക്ക് ദ ഷേപ്പ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ദം ടു സ്വിം ഇൻ വാട്ടർ. വെള്ളത്തിൽ അവയ്ക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ഇവയുടെ ശരീരത്തിൻ്റെ ഘടന. രണ്ടറ്റവും കൂർത്ത ശരീരം, സ്ട്രീം ലൈൻഡ് ബോഡി. അപ്പോൾ സ്ട്രീം ലൈൻഡ് ബോഡിയാണ് അതിനുള്ളത്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടി വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടോ. വി ഹാവ് ലേൺഡ് ദാറ്റ്. ഞങ്ങൾ പഠിച്ചത് ഇതാണ്. ദാറ്റ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവിങ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്ന ചെടികളാണേലും ജന്തുക്കളാണേലും ഹാവ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അവയ്ക്ക് പ്രത്യേക രീതികളൊക്കെയുണ്ട്, പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ദറ്റ് മേക്സ് ദം ഫിറ്റ് ടു സർവൈവ് ദയർ. ആ പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അതിൻ്റെ അവയ്ക്കുള്ള പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. We have learned that the plants and animals living in a particular region have special features that make them fit to survive there. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്ക്, സസ്യജാലങ്ങൾക്കും ആ പ്രദേശത്ത് ജീവിക്കാൻ ആവശ്യമായ ശരീരഘടനയും സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. The special features that enable plants and animals to survive in a particular region are called adaptations. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാൻ ആവശ്യമാകുന്ന, ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കാനാകുന്ന രീതിയിൽ ശരീരം അനുകൂലനം തേടിയിട്ടുണ്ടെങ്കിൽ അതിനെ അഡാപ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അഡാപ്റ്റേഷൻ മീൻസ് അനുകൂലനമാണ് കേട്ടോ. ദ ഷേപ്പ് ഓഫ് ദ ഡിയോദ ട്രീ, ദേവദാര വൃക്ഷത്തിൻ്റെ ഷേപ്പേ. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ റോഡോഡെൻഡ്രോണിൻ്റെ പൊക്കത്തിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇവയെല്ലാം അഡാപ്റ്റേഷൻസാണ്. ദാറ്റ് എനേബിൾ ദം ടു സർവൈവ് ഇൻ ദ മൗണ്ടേനിയസ് റീജിയൻ. പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് അല്ലെ അനുകൂലനങ്ങളാണ് ഈ പറഞ്ഞ ചെടിയും ഈ മരവും നേടിയിട്ടുള്ളത്. മനസ്സിലായോ?
The place where plants and animals live is called their habitat. എന്താ ഈ habitat? Habitat is the place where animals and plants live. പ്ലാന്റ്സും ആനിമൽസും ജീവിക്കുന്ന ചുറ്റുപാടാണ് നമ്മളുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ആ സ്ഥലത്തിനാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാബിറ്റാറ്റ് ഓഫ് സീ ടർട്ടിൽ ഈസ് ദ സീ ഓർ ദ ഓഷ്യൻ. കടലാമകളുടെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ കടലാണ്, അല്ല ഓഷ്യനാണ്, സമുദ്രമാണ്. ദി ഹാബിറ്റാറ്റ് ഓഫ് എ ക്യാമൽ ഈസ് ദ ഹോട്ട് ഓർ ദ കോൾഡ് ഡെസേർട്ട്. ഒട്ടകത്തിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചൂടുള്ള ഡെസേർട്ടാണ്, അല്ല എങ്കിൽ ഐസ് മൂടിയ മഞ്ഞ് മൂടിയ ഡെസേർട്ടാണ്. അത് ലഡാക്ക് പോലുള്ളത്. മനസ്സിലായില്ലേ? കോൾഡ് ഡെസേർട്ട്. ദ ഹാബിറ്റാറ്റ് ഓഫ് റോഡോഡെൻഡ്രോൺ ഈസ് ദ മൗണ്ടൻസ്. റോഡോഡെൻഡ്രോണിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ മലമ്പ്രദേശങ്ങളാണ്, കുന്നുംപുറങ്ങളാണ്, പർവ്വത പ്രദേശങ്ങളാണ്. ദ ഹാബിറ്റാറ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്രൊവൈഡ്സ് ദം ഫുഡ്. അവ ജീവിക്കുന്ന ഹാബിറ്റാറ്റാണ് അവയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് മാത്രമാണോ? വാട്ടർ, എയർ, ഷെൽട്ടർ ആൻഡ് ദ നീഡ്സ് ഫോർ ദെയർ സർവൈവൽ. ഈ ഹാബിറ്റാറ്റിൽ നിന്നാണ് അവയ്ക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. ഫുഡാകട്ടെ, വാട്ടർ ആകട്ടെ, എയറും ഷെൽട്ടറും ഒക്കെ ഈ ഹാബിറ്റാറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അവ ജീവിക്കുന്ന പ്രദേശത്ത് നിന്നാണ് ലഭിക്കുന്നത്. മെനി ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മേ ഷെയർ ദ സെയിം ഹാബിറ്റാറ്റ്. ഒരേ ഹാബിറ്റാറ്റ് ഒരുപാട് തരം സസ്യജാലങ്ങളുണ്ടല്ലേ, ജന്തുജാലങ്ങളുണ്ട്. Habitat plays an important role in shaping the biodiversity of a region. Habitat plays an important role. അതിപ്രധാനമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാ? ഇൻ ഷേപ്പിംഗ് ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് എ റീജിയൻ. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യം അത് രൂപപ്പെടുത്തുന്നതിൽ ഈ പറയുന്ന ഹാബിറ്റാറ്റ് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. നോ എ സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റിനെ അറിയുക. നമുക്കിനി പറഞ്ഞുതരാൻ പോകുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കാര്യമാണ്. സലീം അലി 1896 ജനിച്ചു. 1987 മരണപ്പെട്ടു പോയ ആളാണ് സലീം അലി. സലീം അലി ട്രാവൽഡ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചു അദ്ദേഹം. എന്തിനാ? ടു ഒബ്സർവ് ഡൈവേഴ്സിറ്റി ഇൻ ബേർഡ്സ്. പക്ഷികളിൽ കാണുന്ന വൈവിധ്യങ്ങളെപ്പറ്റി അന്വേഷിച്ച് നടന്ന ആളാണ് ഈ പറയുന്ന സലീം അലി. ഹി പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി. ആൻഡ് ഡോക്യുമെൻറ്റഡ് ദെയർ ട്രാവൽ റൂട്ട്സ്. അവയുടെ ട്രാവൽ റൂട്ട്സും അവയുടെ ഹാബിറ്റാറ്റും ഒക്കെ അദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്തു. ഹി റെക്കോർഡഡ് റീജിയൻസ് വിത്ത് ഹൈ ഡൈവേഴ്സിറ്റി ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ വൈവിധ്യം നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് കാണിച്ചു. ആൻഡ് ടു മെഷേഴ്സ് ടു കൺസേർവ് ദീസ് റീജിയൻസ്. ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് കൺസേർവ് ചെയ്യാൻ, ഒന്ന് സംരക്ഷിച്ച് നിൽക്കാൻ അദ്ദേഹം സംരക്ഷിക്കുന്നതിനുള്ള നടപടികളൊക്കെ അദ്ദേഹം സ്വീകരിച്ചു. കിയോലാഡിയോ നാഷണൽ പാർക്ക് ഇൻ ഭരത്പൂർ, രാജസ്ഥാൻ ആൻഡ് രംഗനാഥ് ടു ബേർഡ് സാങ്ച്വറി ഇൻ മാണ്ഡ്യ, കർണാടക ആർ എക്സാമ്പിൾസ് ഓഫ് റീജിയൻസ് ഈസ് preserved. He wrote a landmark series of 10 books on birds of Indian subcontinent. ഇന്ത്യൻ സബ്കോണ്ടിലെ പക്ഷികളെ സംബന്ധിച്ച് അദ്ദേഹം 10 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഹി ഈസ് referred to as the Birdman of India. അദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ ബേർഡ്മാൻ എന്ന് വിളിക്കുന്നത്. ഹി വാസ് അവാർഡഡ് പത്മവിഭൂഷൺ 1976. അദ്ദേഹത്തിന് 1976 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ഗ്രൂപ്പ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഗ്രൂപ്പ് ചെയ്യാനുള്ള പ്രത്യേക രീതികൾ അതൊക്കെയാണ്. ഏതൊക്കെ വഴികളാണ്? ബേസ്ഡ് ഓൺ ദർ ഹാബിറ്റാറ്റ്. അവയുടെ ഹാബിറ്റാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയാണ്? വൺ വേസ് ടു ഗ്രൂപ്പ് ദം ഇൻ ടു ദോസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ്. കരയിൽ ജീവിക്കുന്ന ജീവികൾ സംബന്ധിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ആൻഡ് ദോസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ. അപ്പം പൊതുവെയുള്ള ജീവികളെ നമുക്ക് കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിൽ ജീവിക്കുന്നവ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആർ സെറ്റ് ടു ലീവ് ഇൻ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. അപ്പോൾ കരയിലുള്ളവയെ നമുക്ക് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കഴിയുന്നവയെന്ന് കരുതാം. ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആർ സെറ്റ് ടു ലീവ് ഓൺ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലാണ് നാമൊക്കെ ജീവിക്കുന്ന കരയിൽ, ഇല്ലേ? Some examples of terrestrial habitat are forest, desert, grasslands and mountains. ചില ഇങ്ങനെയുള്ള ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ഉദാഹരണങ്ങളാണ് എന്തൊക്കെയാണ്? വനങ്ങൾ, ഫോറസ്റ്റ്; ഡെസേർട്ട്, മരുഭൂമി; ഗ്രാസ് ലാൻഡ്, പുൽത്തകിടികൾ അല്ലെ പുൽമേടുകൾ; ആൻഡ് മൗണ്ടൻസ്, പർവ്വത പ്രദേശങ്ങൾ. അതെല്ലാം ഓരോ ഹാബിറ്റാറ്റുകളാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.